കൊണ്ട് പൊന്നാമനക്ക കൊണ്ടമ്മാനമടിച്ച് കൃഷികൾ മുനിപൂജയുമേറ്റിരുന്നരളിക്കളിക്കും വില്ലൻ വില്ലാളി വീരൻ വീരൻ വീരമണികണ്ഠൻ ഭൂലോകനാഥൻ ഭൂമിപ്രപഞ്ചൻ ഭൂമിക്കുടയനാഥൻ ശത്രു സംഹാരമൂർത്തി സേവിപ്പവർക്ക് ആനന്ദമൂർത്തി അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനായകൻ സാക്ഷാൽ ശ്രീ കാശിരാമേശ്വരം പാണ്ഡിമലയാളം അടക്കി നമ്മുടെ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പൂ. സ്വാമി ശരണം. ഇന്ന് വൃശ്ചികം 3 നമ്മുടെ സന്നിധാനത്തേക്ക് പോവാട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പം നമ്മൾ പോവാ ആണ് അമ്പലം. ഭദ്രകാളി ക്ഷേത്രമാണ്. ഇവിടെ ഗണപതിയൊക്കെ ഉണ്ട് അയ്യപ്പന്. സ്വാമി ശരണമയ്യപ്പ. അപ്പം നമ്മൾ മുക്കുഴിയിലായിരുന്നേ. ഇവിടെ നല്ല ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. 5 രൂപ യൂറിന്, കുളിക്കാൻ 10 രൂപ, കുളിക്കാനും ബാത്റൂം ടോയ്ലറ്റിനും വേണ്ടിയിട്ട് 20 രൂപ, അങ്ങനെയൊക്കെ കേട്ടോ. ചേട്ടൻ ചെരുപ്പിടാതെ പോണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചു. നമ്മൾ കരിമല കയറാൻ പോണ. ഇന്നലെ എൻ്റെ ഷോൾഡറിന് നല്ല പെയിനായിരുന്നു. കഴിഞ്ഞ വർഷം ഒടിഞ്ഞില്ലേ ഷോൾഡർ, ആ ഭാഗത്ത്, ഇടത് ഭാഗത്ത്. പിന്നെ ഇവിടെ ഡോക്ടർ ഉണ്ട്. ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ പെയിൻ കില്ലർ അത് കഴിച്ച്. രാത്രി ഒരെണ്ണം കഴിച്ചപ്പോൾ കുറഞ്ഞിപ്പൊരെണ്ണം കഴിച്ച്. ഈ കയറ്റിറക്കമല്ലേ, അപ്പോൾ ബാഗ് ഇടുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാഗിലെല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ഇല്ല. പക്ഷെ ഇന്നലെ നമ്മൾ എഴുതാനെടുത്ത കല്ലും പിന്നെ വേറെ കുറച്ച് അരീസം ഉണ്ടായിരുന്നു. അതാണ് അത്രയും എനിക്ക് വെയിറ്റ് വന്നത്. അപ്പം അതൊക്കെ എടുത്തപ്പോൾ വെയിറ്റ് കുറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ നടക്കുക. സ്വാമി ശരണം. രാവിലത്തെ സൂര്യപ്രകാശം, കിളികളുടെ ഒച്ച. അപ്പൊ നടക്കട്ടെ, ഞാൻ ഇടയ്ക്ക് വരാം. സ്വാമി ശരണം. ഇവിടെ റിവർ ക്രോസിംഗ് ഉണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം. വെള്ളത്തിൽ ചവിട്ടുമ്പോൾ നല്ല സുഖം. എന്താറ്റി അട്ട കടിച്ചാ? ചേണ്ടാലെ അട്ട കയറി. ഞാനതൊന്നും നോക്കണില്ല. അട്ട കടിക്കണമെങ്കിൽ അങ്ങ് അടിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പാടാം. ഇവിടെ ഫുള്ള് കാണാം. അത് നമ്മൾ വന്ന വഴി മൊത്തം ആനപ്പിണ്ടം കിടക്കോട്ടെ. അവിടെ ഈറ്റക്കാടാ. എനിക്ക് തോന്നുന്നു ആന ഫുൾ ടൈം ഉണ്ടെന്ന് തോന്നണം. ഇതൊക്കെ മുളയൊക്കെ ഉണ്ടോ പണിയുന്നു. ചെറിയൊരു ഇടത്താവളത്തിൽ വന്നിട്ടോ. ഇവിടെ കഴിക്കാനും വെള്ളമൊക്കെ. നെല്ലിക്ക എടുത്ത്. ഓ, വെള്ളത്തിന് എന്തൊരു സ്വാദായിരിക്കും. ഇപ്പം അങ്ങോട്ട് പോണം. ഏതോ ഒരു ടീം ഉണ്ട് ശക്തമായ ശരണം വിളി കേൾക്കുന്ന കേട്ടോ.
അങ്ങനെ അട്ടകടിയൊക്കെ കൊണ്ട് നമ്മൾ നടന്ന് വരുവാട്ടോ. കൊറേ അട്ട കടിച്ച്. ഒരു മരം പറഞ്ഞിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരാളുടെ പൊക്കമുണ്ട്. എന്തൊരു മരം, നോക്കിയേ എന്തുല്യ മരം ഇവിടെ അറുത്തിട്ടേക്കണ. അങ്ങനെ നമ്മളടുത്ത താവളത്തെ എത്തിയിട്ടുണ്ട്. പുതുശ്ശേരി താവളം. നേരത്തെ വെള്ളം കുടിച്ചാട വെള്ളാരം ചെറ്റയാണ് സ്ഥലത്തിൻ്റെ. ഇത് പുതുശ്ശേരി താവളം. അപ്പൊ നമ്മളങ്ങനെ അട്ടയ്ക്ക് ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. താഴെ തോടുണ്ടെന്ന്, തോടും ഫോറസ്റ്റ് ഓഫീസും. ഇതാണ് പുതുശ്ശേരി താവളം. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഓ മല വയ്ക്ക. അങ്ങനെ ഉള്ള പുതുശ്ശേരിത്തോട് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് പോവാട്ടോ. ഇവിടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടല്ലോ. ആൻഡ് ഈ പോച്ചിങ് ക്യാമ്പ് ഷെഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് തോന്നുന്നു. മുക്കുഴി സ്റ്റേഷൻ പുതുശ്ശേരി. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇത് നോക്കിയാൽ മല നോക്കിയേ. അയ്യോ നല്ല രസം. ഇവിടെ തോടുണ്ട്. ഇവിടെ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. അയ്യോ ഇതാ മുകളിൽ കാണുന്ന കരിമല. നമ്മള് കരിമലയായിട്ട കയറാൻ പോണ. നമ്മള് മോളിൽ നിന്ന് ഇറങ്ങിയ താഴേക്ക് പോണേ. ഇവിടെ എല്ലാം ഷെഡ് പണിയും ഒക്കെ ഈ വൃശ്ചികമായിട്ടാന്ന് തോന്നുന്നു. അയ്യപ്പന്മാരുടെ കടകളും കഞ്ഞിക്കടയും. ഇതാണ് പുതുശ്ശേരിത്തോട്. കുറെ പേര് ഇന്നലെ ഇവിടെ ആട്ടോ സ്റ്റേ ചെയ്യാതെ, മുക്കുഴി നിൽക്കാതെ. ഇവിടെ സൗകര്യം കുറവാന്ന് തോന്നുന്നു. ഇവിടെ പടിയാ. ഞങ്ങള് തോട്ടിലെത്തിട്ടോ. തോട് കഴിഞ്ഞ് ആ തോട് ക്രോസ് ചെയ്യണാണ് നോക്കട്ടെ. ഞാൻ തോട് ക്രോസ് ചെയ്തിട്ട് വരാട്ടോ. ചേട്ടന് ഇപ്പൊ വരാൻ വേണ്ടി കണ്ടില്ല. ഈ തോട് അവിടം വരെയൊക്കെ ഉണ്ട് കണ്ടോ. ആൾക്കാർ കുളിക്കലും നനക്കലും ഒക്കെ. നല്ല വെള്ളാട്ടോ, തെളിനീര് പോലെ ഇരിക്കുന്നു. ഇതാണ് തോടെ ഇങ്ങനെ പോകുന്ന. ഓ നല്ല തെളിഞ്ഞ വെള്ളാട്ടോ. അങ്ങനെ കരിയിലത്തോടും കഴിഞ്ഞു കരിമലക്കയറ്റം തുടങ്ങിട്ടോ. കയറ്റോ 7 തട്ടുണ്ട്. 1-ാം തട്ടിലെത്തിയിട്ട് കാണും. കൊടുങ്കാടാ. ഇവിടൊക്കെ ഒന്നുമില്ല. അങ്ങനെ കരിയിലക്കയറ്റം കയറിക്കൊണ്ടിരിക്കും കേട്ടോ. കരിമലക്കയറ്റം. ഒരു ചെറിയ ഇടത്താവളം ഉണ്ടായിരുന്നു. അവിടെ വന്ന് നെല്ലിക്കൊക്കെ തിന്നച്ച് വെള്ളം കുടിച്ചു.
വൈറ്റമിൻ സി ഒക്കെ കയറ്റി. ചില സ്ഥലം ഉഷാറാ, ചില സ്ഥലത്ത് ഭയങ്കര ഇരുട്ട്, കരിയാ. അവിടെ എന്തോ ജീവൻ, കുരങ്ങനാണോ? ഞങ്ങള് കരിമലക്കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്റെ മോന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നല്ല കയറ്റവാ. അവിടെ എന്തൊക്കെയോ ഉണ്ട്, കാടാട്ടോ ഫുള്ള്. ഞങ്ങള് കയറി വന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇനി അങ്ങോട്ട് കയറി പോണം. വന്ന വഴി മൊത്തം ആനപ്പിണ്ടാട്ടോ. ആനകളുടെ വിഹാര കേന്ദ്രമാണെന്ന് തോന്നുന്നു മൊത്തം. അങ്ങനെ കരിമല കയറിക്കൊണ്ടിരിക്കോ. ഇത് 5-6ാമത്തെ തട്ടാണോ കഴിഞ്ഞേന്നറിയില്ല. 7 തട്ടുണ്ട്. വഴിയിലൊക്കെ അട്ടയും കട്ടുറുമ്പുണ്ട്. കുറെ കട്ടുറുമ്പ് പിടിച്ചു. കുറെ ഇവിടെ താവളം ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ കെട്ടണൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വന്ന് ചേട്ടൻ മന്നുണ്ട്. ഞാൻ നടന്നു കഴിഞ്ഞിട്ടാ ചേട്ടൻ പോന്നെ. അവിടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു ഇത് കണ്ടു. എന്തോ അമ്പലം തോന്നുന്നു. വെളിച്ചപ്പാടിൻ്റെതാണോ എന്തോ. ഇത് വാളൊക്കെ വെച്ചിട്ടുണ്ട്. കാട് നല്ല വൈബാട്ട. പക്ഷെ നമുക്ക് പല സമയത്ത് എൻജോയ് ചെയ്യാനുള്ള മൈൻഡ്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുന്നു. മരങ്ങളുടെ ഇടയിൽ കൂടെ വെയിലൊക്കെ നല്ല ഭംഗിയാണ്. മരങ്ങൾ സൂപ്പറാട്ടോ. ഇതുണ്ടോ മരത്തിൻ്റെ മുകളിൽ ഇത് കട വെച്ചാണ്. ഈ സീസൺ കഴിഞ്ഞപ്പോൾ അവർ കെട്ടി വെക്കണത് ആന നശിപ്പിക്കാതെ. എന്നിട്ടാണ് അവരെടുത്ത് സീസൺ ആകുമ്പോൾ അവരെടുത്ത് കട സെറ്റാക്കും. കുറച്ച് ഇറക്കാൻ കിട്ടി ഭാഗ്യം. മരം നോക്കിയല്ലോ. എന്തോ പക്ഷിയോ പൂമ്പാറ്റ എന്തൊക്കെയോ പറക്കണ്ട്. അങ്ങനെ നമ്മളെ 7ാമത്തെ തട്ട് കയറി. അങ്ങനെ കരിമല സക്സസ്ഫുള്ളി കരിമല 7ാമത്തെ തട്ട് കയറി നമ്മൾ. ഇനി ഇവിടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആട്ടോ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഇതിൽ വരുന്ന ഫോറസ്റ്റാണ് ഇതൊക്കെ. മരങ്ങളുടെ ഇടയിൽ കൂടെ ബ്ലൂ സ്കൈ കണ്ടപ്പോൾ എന്തൊരു സുഖം. ഇത്ര നേരം സ്കൈ ഒന്നും കാണത്തില്ല, മൊത്തം കാടാൻ. ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. കരിമല സന്നിധാനം ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ കാണിക്ക വഞ്ചിയൊക്കെ ഉണ്ട്. അമ്മോ ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇവിടെ വാള്, വെളിച്ചപ്പാടിൻ്റെ വാള് എന്തൊക്കെയോ ഉണ്ട്.
തുളസിയൊക്കെ നട്ടാണ്. എന്താ ചെറിയ കുട്ടികളൊക്കെ കരിമല കയറി വന്ന സ്വാമി. ഈ കരിമല ഫോറസ്റ്റ് ഓഫീസിന്റെ ബാക്കിലെ അയ്യപ്പസ്വാമി കുഴിച്ച ഒരു കുളം ഉണ്ട് കേട്ടോ. ഇത് കുളം എന്നാ കിണറെന്നോ ഇത് വേണമെങ്കിലും പറയാം. ഇതാ ഇതാണ് കരിമല ഫോറസ്റ്റ് ഓഫീസ്. ഇതേ കാണുന്ന ഇവിടെ തൊട്ടിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. പക്ഷെ തൊട്ടിയൊന്നും കാണുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് അപ്പുറത്തെയാണോ? സോറി, അതല്ല കേട്ടോ. ഇതാണ്, ഇത് കിണർ. അത് വേറെ എന്തോ. ഇവിടെ തൊട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട. ഈ വെള്ളം കുടിക്കാൻ കൊള്ളാന്നാ പറഞ്ഞ. കണ്ടോ, ഇതാണ് അയ്യപ്പസ്വാമി കുഴിച്ച കിണറാന്നാ പറയുന്നത്. നമുക്ക് ഷീറ്റ് മാറ്റിയിട്ടേ തൊട്ടിയും വെള്ളമൊക്കെ എടുക്കാൻ തോന്നുന്നു. ഈ വെള്ളം കുടിക്കാൻ കൊള്ളുമെന്നാ അവര് പറഞ്ഞ. ഇതുണ്ടോ, ഇതാണ്. ഇത് മാറ്റി നോക്കാവോ? എന്നാ മാറ്റി കാണിക്കാവോ? അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതെ, ഇതാണ്. ഇതിനകത്ത് ഇറങ്ങാൻ പടിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് അയ്യപ്പസ്വാമി കുഴിച്ച കിണർ. പടിയൊക്കെ വെച്ചാണ് കണ്ടോ നമുക്ക് ഇറങ്ങാം. വെള്ളം കുടിക്കുന്നതല്ലേ, കുടിക്കാൻ കൊള്ളാം. അതിനാണ് ബക്കറ്റ് വെച്ചാണ് കോരാൻ. അപ്പൊ അത് അടിയില് വെള്ളം ഉള്ളല്ലോ. അപ്പൊ ഇനി വെള്ളം കൂടുവോ? അത്ര വെള്ളം തന്നെ ഉള്ളൂ. അത് തന്നെ ഉണ്ടാവുള്ളൂ എപ്പോഴും. അത് എപ്പോ എടുത്താലും അത്ര വെള്ളം ഉണ്ടോ? ആണോ? അപ്പൊ അതാണ് അയ്യപ്പസ്വാമി കുഴിച്ച കിണർ. അങ്ങനെ നമ്മൾ കരിമല കയറി കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ചൂടുള്ള കഞ്ഞി, പയറും നാരങ്ങാച്ചാറും. ഈ മരമൊക്കെ നോക്കിയേ. ഇപ്പം മൊത്തം കാട ഇറക്കമാട്ടോ. മഴക്കോളുണ്ട്, മഴ പൊടിയുണ്ട്. ഇനിയിപ്പോൾ ഫുള്ള് ഇറക്കം. 2 മണി കഴിഞ്ഞ് ഞങ്ങളൊരു 5 മണി കഴിയുമ്പോൾ സന്നിധാനത്ത് എത്തുമായിരിക്കും. പമ്പയിൽ, സന്നിധാനമല്ല പമ്പയിലെത്തും. 5 മണി 5:30 ആകുമ്പോൾ പമ്പ എത്തുമായിരിക്കും. ഇനി നല്ല ഇറക്കോ. മഴ മഴ. അപ്പൊ നമ്മൾ ഇറങ്ങും കേട്ടോ. കരിമല കഴിഞ്ഞ് പിന്നെ മൊത്തം ഇറക്കാണേ. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ സ്ലിപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ വേണം ഇറങ്ങാൻ. ഇവിടെ ഒരു പുറത്തുണ്ട് മഷ്റൂം. കുറച്ച് തെന്നലുണ്ട്. മഴ പെയ്യണോ നോക്കിയേ. കാട്ടിലെ മഴ, ശബരിമലയിലെ. അവര് കോട്ടിട്ട്, ഞാൻ കോട്ട എടുത്തില്ല. വേണ്ട, മഴ നോക്കിയേ. അവയെ നോക്കി ഇറങ്ങട്ടെ.
ഇനി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോണം. അങ്ങനെ നമ്മള് വലിയാനവട്ടം എത്തിട്ടോ. വലിയാനവട്ടം താവളം എത്തിയിട്ടില്ല, അതിന് ചെറിയാനവട്ടം ഉണ്ട്, അവിടെ ചായ ഒക്കെ കിട്ടുള്ള. നല്ല മഴയായിരുന്നു, ഇറക്കം നല്ല ചടങ്ങായിരുന്നു. തെന്നാതെ എങ്ങനെയൊക്കെയോ ഇറങ്ങി. എന്റെ കാല് കാണിച്ചട്ടെ, ഉണ്ടോ മൊത്തം ചോരയാ. ഇത് കണ്ടോ, അട്ട അടിച്ച കോല ഉണ്ടോ? ഇരിക്കുന്നു, ഇതുണ്ടോ, ആല് മൊത്തം കടിച്ചു വെച്ചേക്കുവാ. ഇരിക്കണോ എനിക്ക്. പേരെന്താ? ആരോ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വാ, കുറച്ചിങ്ങ വാ, എനിക്ക് എണീക്കാൻ വയ്യ. കന്നി അയ്യപ്പനാണോ? രണ്ടാമത്തെയാ. എങ്ങനെയുണ്ട് നടന്നിട്ട്? സൂപ്പറാണോ? മടുത്തോ? മടുത്തോ? ഇല്ല, ചെറുതായിട്ട്. കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം 14 കിലോമീറ്റർ ആറായിട്ടോ. നമ്മളത് ഇങ്ങനെ ഇവിടെ സൈഡിൽ പുഴ കാണാം, ഇത് പമ്പയാന്നാ പറഞ്ഞ. അവിടെ മലയൊക്കെ കാണാം. ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. വേണ്ട, ഇനി ചെറിയാനവട്ടം ഉണ്ട്. വലിയാനവട്ടം ആവുന്നേ ഉള്ളൂ, ചെറിയാനവട്ടം ഉണ്ട്. ഉം. ഉം. പക്ഷെ ഒരുപാട് വെള്ളം ഇല്ലെന്ന് തോന്നുന്നല്ലേ, അറ്റത്തൊക്കെ കര കയറി കിടക്കല്ലോ. ആ, നല്ല സൂര്യപ്രകാശം. 4 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ 5 മണിയാകുമ്പോ പമ്പ ചെല്ലുമായിരിക്കും. മരങ്ങളൊക്കെ നല്ല ഭംഗിയല്ലേ, നോക്കിക്കേ. ഓ സൂപ്പർ, വലിയൊരു മരം കണ്ട. ഇതാണ് വലിയാനവട്ടം. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവിടെ കടയും തുടങ്ങിയിട്ടില്ല, പക്ഷെ ആ ചേട്ടൻ ഞങ്ങൾക്ക് ചോദിച്ചപ്പോൾ കട്ടൻ കാപ്പി വെച്ച് തന്നു. ഞങ്ങൾ കട്ടൻ കാപ്പി കുടിച്ച് പതുക്കെ നടക്കുക. ഇനിയിപ്പോൾ പമ്പ പെട്ടെന്ന് എത്തും തോന്നുന്നു. അപ്പം ഇങ്ങനെ ഓക്കെ. കൊക്കുകളോ. അങ്ങനെ നമ്മൾ പമ്പ പോലെയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പമ്പ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായേ, അപ്പോൾ പോലീസുകാർ ചോദിച്ചു വേറെ ആരും ഫ്രം. അവർ വിചാരിച്ചു ഞാനേതോ ഫോറിനറാ, കയറാൻ പറ്റില്ല. എന്നിട്ട് ഏജൊക്കെ ചോദിച്ച്, കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഏജൊക്കെ ചോദിച്ചു. ഇതാ പെരിയാർ ടൈഗർ റിസർവ്, സ്വാമി ശരണം.
നമ്മുടെ പമ്പാ നദി കണ്ടോ. ഇവിടെ ഡോളി വെച്ചാണോ എനിക്ക് പല്ലക്ക് നടക്കാൻ പറ്റാത്തവരെ കൊണ്ടുപോണ ഡോളിയാ തോന്നുന്നു. ഇതുണ്ടോ 3000-4000 രൂപയ്ക്കാന്ന് തോന്നുന്നു റേറ്റ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്വാമി ശരണം.